മോർണിംഗ് ഷോയിൽ ഇനി ഇന്നത്തെ മുഖത്തെ പരിചയപ്പെടുത്തുകയാണ്. അഞ്ജു പുനത്ത് തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. അഞ്ജു, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. അബ്സ്ട്രാക്ട് ലൈഫ് കോൺക്രീറ്റ് ഡ്രീംസ്, എന്താണ് അങ്ങനെ ഒരു പേര്? അത് എൻ്റെ ചിത്രങ്ങളൊക്കെ അതുപോലെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. പിന്നെ എൻ്റെ തന്നെ ഡ്രീംസും എൻ്റെ ചിന്തകളും ഒക്കെ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു. ശാസ്ത്രീയമായ ചിത്രരചന പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചിത്രരചനയിലേക്ക് വന്നത്? സ്വയം ഇഷ്ടമായിരുന്നു ആദ്യം, പക്ഷെ പഠിക്കാത്തത് കൊണ്ട് വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പഠിക്കാത്ത ഒരാൾ അങ്ങനെ വരയ്ക്കുക എങ്ങനെയാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ ഹസ്ബൻഡാണ് എന്നെ എങ്ങനെയൊന്നും ഇല്ല വരയ്ക്കാൻ എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ വരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു സപ്പോർട്ട് തന്നു. അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം വെറുതെ വരച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വരയ്ക്കാതിരുന്നതാ. അന്ന് വരച്ചപ്പോൾ എനിക്ക് നിർത്താനും പറ്റുന്നില്ലായിരുന്നു. ഒരു 4 ചിത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നപ്പോൾ വരച്ചു. ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വരയ്ക്കുകയായിരുന്നു. നല്ല സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം എന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ ഒന്നും വരച്ചിട്ടില്ല ഞാൻ, ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ആദ്യം വരച്ചു തുടങ്ങിയത്? സാധാ പേപ്പറിലാണോ അതെയോ? അല്ല, എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ക്യാൻവാസ് ബുക്കും വാങ്ങി തന്നു, അക്രിലിക് പെയിന്റും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വാങ്ങി തന്ന 2 വർഷം മുന്നെയാണ് അത്. പക്ഷെ തുറക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലായിരുന്നു. പഠിക്കാതെ അക്രിലിക് പെയിന്റ് തന്നെ ശരിക്കും അന്നാ ഞാൻ കാണുന്നത്. അങ്ങനെ ആദ്യം എന്തെങ്കിലും നോക്കിയ ശേഷം ഏതെങ്കിലും ചിത്രം നോക്കിയില്ലായിരുന്നോ? അതോ മനസ്സിൽ നിന്ന് വരച്ചത്? ഞാൻ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ടെൻഷനാണ്. അതിലുള്ള കളേഴ്സും ഷെയ്ഡിങ് ഒക്കെ കാണുമ്പം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കൂല. എനിക്ക് അപ്പം എന്ത് തോന്നുന്നോ അതുപോലെ അങ്ങോട്ട് വരയ്ക്കും, അത്രയേ ഉള്ളൂ. ഒരു റൂൾസ് ഒന്നും അറിയില്ല ശരിക്കും ഇപ്പോഴും. എന്നാലും കറങ്ങി തിരിഞ്ഞപ്പോഴും സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്കാണോ എത്തുന്നത്? അതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നായിരിക്കും തോന്നുന്നു എന്തെങ്കിലും ഒരു ഇത്. അത് ചിലപ്പോൾ അന്നത്തെ എൻ്റെ മൂഡായിരിക്കാം. അങ്ങനെ തോന്നുമ്പോൾ അപ്പം തന്നെ പോയി വരയ്ക്കുക ചെയ്യുക. ചിലപ്പോൾ കംപ്ലീറ്റ് ഒന്നും ആക്കില്ല, ജസ്റ്റ് വരച്ചിടും, പിന്നെ ആയിരിക്കും കംപ്ലീറ്റ് ആക്കുന്നത്. ഒക്കെ എൻ്റെ മനസ്സിലുള്ള ഇങ്ങനെ എന്താണോ തോന്നുന്നത് അതായിരിക്കും. ചിലതൊക്കെ ഓരോ ഫിലിംസൊക്കെ കണ്ടിട്ടൊക്കെ എനിക്ക് അന്നത്തെ മൂഡിനനുസരിച്ച് അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ചിത്രപ്രദർശനം സംഘടിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത്? ഞാൻ ആക്ച്വലി ചിത്രപ്രദർശനം ഇതാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. പിന്നെ വർക്കൊക്കെ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നന്നായിട്ട് നല്ല ഞാൻ ശരിക്കും പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസാണ് വന്നത്. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ എന്നും വരയ്ക്കും ഞാൻ, ഒറ്റ ദിവസം ഇല്ലാതെ. ശരിക്കും പറയാന്ന് വെച്ചാൽ ഹസ്ബൻഡും മോനും പോവാൻ വേണ്ടി കാത്തു നിൽക്കണ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അവർ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വരയ്ക്കായിരിക്കും. അങ്ങനെ വരച്ചു. അപ്പോൾ അത് ഇടും, ഫേസ്ബുക്കിലിടും. നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സാണ് ശരിക്കും പറഞ്ഞത് ഏതായാലും എന്നും വരയ്ക്കുന്നുണ്ടല്ലോ, ആ ചിത്രങ്ങളൊക്കെ എക്സിബിഷൻ നടത്തിയാലോ എന്ന്. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായില്ല കേട്ടോ, കാരണം ഇത് ഇത്രയും ആൾക്കാർ കാണൂലേ എക്സിബിഷൻ നടത്തുമ്പോൾ. അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. പിന്നെ വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടനാണ് എല്ലാ പെയിൻറ്റ്സും ബ്രഷും ഒക്കെ വാങ്ങി തന്നു എനിക്ക്. ഏട്ടൻ US-ലാണ്. അപ്പോൾ അവിടുന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഇതൊക്കെ വാങ്ങി തന്നു. അപ്പോൾ ഇനി നീ വരച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ചിത്രങ്ങൾ ഞാൻ ക്യാൻവാസൊക്കെ വാങ്ങി വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. കുറേ പേരെ കണ്ടോ ലളിതകലാ അക്കാദമി? ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അവരുടെ ഒരു പ്രതികരണം? അതുപോലെ അഞ്ജുവിൻ്റെ ചിത്രത്തെ കുറിച്ചൊക്കെ എന്തൊക്കെ? നല്ല പ്രതികരണമായിരുന്നു. പക്ഷെ ഫസ്റ്റ് എക്സിബിഷൻ ആണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നലെ മദനൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആർട്ടിസ്റ്റ്. അപ്പോൾ സാറും പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു ശരിക്കും. എങ്ങനെയാണ് ഈ പ്രദർശനത്തിന് വേണ്ടിയാണോ ചിത്രങ്ങൾ ഇപ്പോൾ വരച്ചത്? അല്ലല്ല, ആദ്യം മുതലേ ആദ്യം വരച്ച ചിത്രങ്ങൾ ഫുള്ള് 1 വർഷം ഞാൻ വരച്ചിട്ടുണ്ട്. ഈ 1 വർഷമായിട്ടാണ് പൂർണ്ണമായിട്ട് ഇതിലേക്ക് തിരിഞ്ഞത്? അതെ. ആ വരച്ച ചിത്രങ്ങൾ ഇതിലേക്ക് ഫ്രെയിം ചെയ്യാൻ കൊടുത്തു. പേപ്പറിൽ വരച്ചതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. മുഴുവനും ഉൾപ്പെടുത്തിയോ? വരച്ച എല്ലാ ചിത്രങ്ങളും? ഇല്ല, കുറേ എണ്ണം അവിടെ സ്ഥലം ഉണ്ടായില്ല വെക്കാൻ. സെലക്ട് ചെയ്ത ശേഷം അപ്പോൾ ഞാൻ അത് വെച്ചിട്ടില്ല. ഫ്രണ്ട്സൊക്കെ സെലക്ട് ചെയ്തു. ഒരു ആർട്ടിസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ആ മീഡിയയിൽ പഠിക്കുന്നൊക്കെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അവരും കൂടെ ഹെൽപ്പ് ചെയ്തു സെലക്ട് ചെയ്യാൻ ഏതൊക്കെ വെക്കാം
എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം ഞാൻ ഫ്രെയിം ചെയ്തു. ഞാൻ ചെയ്തതൊക്കെ ഞാൻ ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും? ഒരു കുറേ വരച്ചിട്ടുണ്ട് ഞാൻ. എന്നും പറഞ്ഞാൽ വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല ശരിക്കും എത്ര 50 ചിത്രങ്ങൾ ഇപ്പൊ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിനേക്കാളും വരച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്കെച്ച് ബുക്സ് ഒക്കെ ഒരു 5-6 സ്കെച്ച് ബുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊന്നും ഞാൻ വെച്ചിട്ടില്ല, ബാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീക്കപ്പുറത്തേക്ക് മറ്റെന്തെല്ലാം വിഷയങ്ങളാണ് ചിത്രത്തിൽ പ്രതിപാദിക്കണമെന്ന് തോന്നുന്നു? മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അവരെ സ്വപ്നങ്ങളും ആ ഫ്രീഡം ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം? എങ്ങനെയാണ്? ഓയിൽ പെയിന്റ് ആണോ? അല്ല, അക്രിലിക് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെന്നോണ്ടാണ്, പെൻ സ്കെച്ചസ് ആണ് ചെയ്തത്. അക്രിലിക് ആണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ ശരിക്കും പഠിക്കാത്തത് കൊണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുമില്ല. വാട്ടർ കളർ യൂസ് ചെയ്തു, അതെന്തോ എനിക്ക് അത്ര ശരിയാവുന്നില്ല. ഇപ്പൊ കുറെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങിയ സമയത്ത് ശാസ്ത്രീയമായ ചിത്രരചന പഠിക്കണമെന്ന് തോന്നുന്നുണ്ട്? അത് എനിക്ക് നന്നായി തോന്നുന്നുണ്ട്. ഇനി ശരിക്കും എന്താണ് ഈ പെയിന്റ് ഇത് എന്നുള്ള അറിഞ്ഞിട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ റൂൾസ് ഇതിപ്പോൾ ഒന്നും അറിയില്ലല്ലോ. എനിക്ക് കൈ കിട്ടിയതൊക്കെ എടുത്ത് ഞാൻ പെയിന്റ് ചെയ്യാറുണ്ട്, അല്ലാതെ ബ്രഷ് അങ്ങനെയൊന്നുമല്ല. എന്താണോ കൈ കിട്ടുന്നത് ഒക്കെ ചെയ്യാറുണ്ട്. ചില ചിത്രങ്ങളൊക്കെ നമ്മൾ ചീർപ്പൊക്കെ വെച്ചിട്ട് അപ്പം എന്താണോ എനിക്കൊരു കണ്ണിൽ തോന്നുന്നത് അതുപോലെയൊക്കെ ഞാൻ ചെയ്യും. സ്പോഞ്ചോ തുണിയോ എന്താന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുള്ളൊരു ഇതറിയില്ലല്ലോ. പക്ഷെ ഇനിയിപ്പം ശരിക്കും എങ്ങനെ വേണം എന്നുള്ളത് പഠിച്ച് ഇതാക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ? ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡാണ് ശരിക്കും. അഞ്ജുവിന്റെ ചിത്രകാരിയെ കണ്ടെടുത്തത് ഭർത്താവാണല്ലേ? ആദ്യം എനിക്കിഷ്ടമാണെന്ന് അറിയാം, പക്ഷെ എനിക്ക് ഈ ധൈര്യം ഇല്ല, അതിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ വരയ്ക്കുമെന്ന്. കാരണം എല്ലാവരും അപ്പോഴാണല്ലോ അറിയുന്നത്, ആദ്യം ഞാൻ വരയ്ക്കില്ലല്ലോ. ശരിക്കും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, അങ്ങനെ ഇത്രയും വരയ്ക്കുമായിരുന്നോ എന്ന് പറഞ്ഞിട്ട്. അവരെ ശരിക്കും ഫ്രണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ തന്നെയാണ് എക്സിബിഷൻ എന്തായാലും നടത്തണം, അതിന് വേണ്ട എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നത്. വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല? ഇല്ല, ഞാൻ ടീച്ചർ ആയിരുന്നു ആദ്യം, അത് മടുത്തു. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ കെമിസ്ട്രിയാണ്. +2 ടീച്ചറായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഫൈനാൻസ് കോളേജിൽ പോകാം അങ്ങനെ എന്തെങ്കിലും താല്പര്യം അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല? എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്തോ ഉള്ളിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒന്നിലേക്ക് ഇറങ്ങി അങ്ങനെ ഒരു ഇതുള്ള സ്വഭാവം അല്ലാത്തോണ്ടായിരിക്കും. പഠിക്കുന്ന സമയത്ത് ഒട്ടും തോന്നിയിട്ടില്ല അഞ്ജുലൊരു ചിത്രകാരി ഉണ്ടെന്ന്? ഞാൻ ജസ്റ്റ് മെഹന്തി ഡിസൈനൊക്കെ ചെയ്യും, അല്ലാതെ അതിലപ്പുറം ഒരു പെയിന്റും ബ്രഷും എടുത്തിട്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പോട്ടൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഈ ക്യാൻവാസ് ആയിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. അതൊക്കെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പദ്ധതികൾ? ഇപ്പോൾ എക്സിബിഷനൊക്കെ നടത്തി എന്തായാലും നല്ല പ്രതികരണങ്ങളൊക്കെ ലഭിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ പ്രദർശനങ്ങൾ നടത്താനുള്ള താല്പര്യമുണ്ടോ? ഇനി നടത്തണം എന്നാണ്. ഇനി പഠിച്ചിട്ട് തന്നെ ഈ ചിത്രങ്ങളൊന്നും അല്ലാതെ കുറച്ചും കൂടെ അത് അറിഞ്ഞ് പഠിച്ചിട്ട് നല്ല വലിയ ക്യാൻവാസിലൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മറ്റ് പ്രമുഖ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളൊക്കെ നോക്കാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആർട്ട് ഗാലറിയിൽ തന്നെ സമാന്തരമായിട്ട് വേറെ ചിത്ര പ്രദർശനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ഒരു വാട്ടർ കളർ കൊണ്ട് ചെയ്തതാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് എല്ലാ മീഡിയ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരാറുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സാധാരണ കല്യാണം കഴിഞ്ഞ് വീട്ടമ്മമാരൊക്കെ വീട്ടിൽ ഒതുങ്ങുന്ന അതിൽ നിന്ന് മാറി ഒരുപക്ഷെ കുടുംബത്തിന്റെ പിന്തുണയോടുകൂടി ഉള്ള കഴിവിനെ പുറത്തെടുത്ത് അത് വലിയ രീതിയിലുള്ള ഒരു ചിത്ര പ്രദർശനമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത് ഒരു വലിയ നേട്ടം തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ തന്നെ കൂടുതൽ വളരാൻ ആ മേഖലയിൽ നല്ല കഴിവ് തെളിയിക്കാനായിട്ട് കഴിയട്ടെ അഞ്ജുവിനെന്ന് ആശംസിക്കുകയാണ്. മോർണിംഗ് ഷോയിൽ അതിഥിയെത്തിന് വളരെയധികം നന്ദി.